എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. താക്കോല് തപ്പുമായിരുന്നു. ഇപ്പൊ ഞാൻ തപ്പിയ പോലെ എന്നെപ്പോലെ നിങ്ങളും ചിലപ്പോ എങ്ങോട്ടേലും അത്യാവശ്യമായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും താക്കോല് കാണാതെ വിഷമിക്കുന്നത്. അവസാനം തപ്പി 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 എവിടുന്നെങ്കിലും താക്കോല് കിട്ടും. എല്ലാ താക്കോലിനും ഒരു സ്പെയർ കീ കാണും. നമുക്ക് ഈ താക്കോല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒരെണ്ണം പകരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ജോലിയൊന്നുമല്ല. കുറച്ച് പണനഷ്ടവും സമയനഷ്ടവും ഒക്കെ ഉണ്ട്. എന്നാലും ഈ പകരം താക്കോൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഒരു പകരം താക്കോല് വേണമെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട കുറച്ച് അത്യാവശ്യ രേഖകൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് വാഹനം ഏത് കമ്പനിയാണ്, മോഡല്, വർഷം, ഇത്രയും രേഖകൾ വേണം. ഇത് മാത്രമല്ല വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ കൂടി കരുതണം. അത് ഈ നമ്മുടെ ഡ്രൈവറിന്റെ ഡാഷ്ബോർഡിന്റെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഫ്ലോറിലോ ഡോർ ഫ്രെയിമിലോ ഒക്കെ ഈ ഒരു നമ്പർ രേഖപ്പെടുത്തിയിരിക്കും. അതും അല്ലെങ്കിൽ ഇൻഷുറൻസോ രജിസ്ട്രേഷൻ രേഖയോ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടും. ഇത്രയും സംഗതി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ വാഹന ഡീലറിനെ കാണുക എന്നുള്ളതാണ്. നമ്മുടെ വാഹനം തന്നെയാണ് ഇതെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളുമായിട്ട് വേണം അദ്ദേഹത്തെ പോയി കാണുവാൻ വേണ്ടിയിട്ട്. കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താണ് കീ സെലക്ട് ചെയ്യണം. കീ സെലക്ട് ചെയ്യുന്നൊരു വലിയ ജോലിയാണ് കേട്ടോ. കാര്യം 1500 രൂപ മുതൽ 30,000 അതിലേറെയോ വില വരാം പകരം താക്കോലിന്. ഒരു സ്റ്റാൻഡേർഡ് മെക്കാനിക് കീക്കാണെങ്കിൽ 1500 രൂപ ഏകദേശം വരും. ഇനി റിമോട്ട് കീ ആണെങ്കിൽ 8500 രൂപയോളം വരാൻ സാധ്യതയുണ്ട്. അതുമല്ല ഇനി പ്രീമിയം കാർ ആണെങ്കിൽ 30,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഈ പകരം താക്കോലിന് വില വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള താക്കോൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡീലർക്ക് ക്യാഷ് ഒക്കെ കൊടുത്ത് അവരത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഒക്കെ തുടങ്ങും. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ചോദ്യമാണ് എനിക്ക് എൻ്റെ താക്കോൽ എപ്പോൾ കിട്ടുമെന്നുള്ളതല്ലേ. അത് ചിലപ്പോൾ നമ്മുടെ കാറിനെയും അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന താക്കോലിനെയൊക്കെ അനുസരിച്ചിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പകരം താക്കോൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമൊന്നുമല്ല. പക്ഷേ എന്തിനാണ് വെറുതെ ഒരു ടെൻഷൻ? നമ്മൾ ഈ അനാവശ്യമായ ധനനഷ്ടവും സമയനഷ്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ്? അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാറിന്റെ കീ കൃത്യമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. നമ്മൾ തപ്പിയാൽ കിട്ടുന്നിടത്ത് ഒരിടത്ത് കീ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.